ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു തീയൽ വെക്കാം. അതിനായിട്ട് പാൻ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാവയ്ക്ക അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പെരിഞ്ജീരകം, മുഴുവനുള്ള പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ആറുമ്പോഴത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. എന്നിട്ട് ഈ പാനിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് പിടിക്കണം. അതിനുശേഷം ഈ അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു തിക്ക് കറിയായിട്ട് വരും. ഇത്രയേ ഉള്ളൂ പാവയ്ക്ക തീയൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ